ദൈവവചന ധ്യാനത്തിനായിട്ട് കർത്താവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന വചനം. ഒരു വ്യക്തിയെ ഇന്നലെ നമ്മള് കഷ്ടതകളുടെ മധ്യേ തീച്ചുളയുടെ നടുവിൽ ഒരു ദൈവഭക്തൻ എപ്രകാരമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത് എന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ഇടയെ തീർന്നു. ഇന്നും അതുപോലെ വേറൊരു വ്യക്തിയെ, ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അത് വേദപുസ്തകത്തിൽ ധാരാളം കാണുന്ന ഒരു വ്യക്തിയല്ല, അപൂർവമായ ഒരു ഭാഗത്ത് കാണുന്ന ഒരു ചെറിയ വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിയേക്കാൾ ഉപരി അദ്ദേഹം പ്രാപിച്ച സാക്ഷ്യത്തെ കുറിച്ചാണ് ഇന്ന് പകൽ ഞാൻ അല്പനേരം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖന ആധാരമായിട്ട് റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 16:10. ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിനെ വന്ദനം ചെയ്യും. മതി. ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിനെ വന്ദനം ചെയ്യും. റോമാലേഖനം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആധുനിക ക്രൈസ്തവ സഭയുടെ നവീകരണം അതിന് പ്രചോദനമായി തീർന്ന ഒരു പുസ്തകമാണ്. അഥവാ മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള ദൈവദാസന്മാരെ കത്തോലിക്ക സഭയുടെ അടിമതുകത്തിൽ നിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവന്നത് റോമാലേഖനത്തിലെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ആ ദൈവവചന ഭാഗമാണ്. മനുഷ്യരുടെ പാപമോചനത്തിന് സെന്റ് പീറ്റർക്ക് ബസിലിക്ക പണിവാൻ പാപമോചന ചുറ്റുവിട്ട് കാശുണ്ടാക്കി. ആ കാശിന്റെ വലിപ്പമനുസരിച്ച് പാപമോചനം ലഭിക്കുമെന്ന് കത്തോലിക്ക സഭയെ ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടിമയായി ജീവിച്ച മാർട്ടിൻ ലൂതർ താൻ ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയാണ്. താൻ തന്റെ സ്വകാര്യ പഠനത്തിൽ വചന ധ്യാനിക്കുമ്പോൾ റോമാലേഖനം വായിച്ചപ്പോൾ അതിലിപ്രകാരം കാണുന്നു: പാപമോചന ചുറ്റോ മനുഷ്യരുടെ കരപുരുണ്ട തുണി പോലെയുള്ള നീതി പ്രവൃത്തികളോ നന്മ പ്രവൃത്തികളോ അല്ല. ദൈവവചനത്തിന്റെ ആധികാരികത്വം പറയുന്നു. ആധികാരികത്വത്തോടെ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്നു. റോമാലേഖനത്തിൽ പൗലോസ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പഠിപ്പിച്ച് പൗലോസ് മുന്നോട്ട് വരുമ്പോൾ 16-ാം അധ്യായം ഒരുപാട് വ്യക്തികൾക്ക് അഭിവാദനം അർപ്പിക്കുന്ന ഭാഗമാണ്. 16-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഏകദേശം 21 പുരുഷന്മാരുടെയും 8 സഹോദരിമാരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ വന്ദനം ചെയ്യുന്നത് കാണുവാൻ നമുക്ക് കഴിയും. 21ഓളം സഹോദരന്മാരും മാന്യ ദേവദാസന്മാരും സഹോദരന്മാരും അതുപോലെ തന്നെ 8ഓളം മാന്യ സഹോദരിമാരുടെയും പേരുകൾ അഭിവാദനം ചെയ്തുകൊണ്ടാണ് ആ പുസ്തകം സമാപിക്കുന്നത്. അതിൽ അസാധാരണമായ ഒരു വന്ദനമാണ്, ഒരു അഭിവാദ്യമാണ് അപ്പല്ലേസിന് ലഭിച്ചത്. അതിങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിന് സമ്മതൻ. പ്രൈസലോ. പാസ്റ്റർക്കല്ല, സഭാവിശ്വാസികൾക്കല്ല, അയൽക്കാർക്കോ ചാർച്ചക്കാർക്കോ ലോകത്തിലുള്ള മറ്റുള്ള ആർക്കുമല്ല അപ്പല്ലേസ് സമ്മതനായിരിക്കുന്നത് യേശു ക്രിസ്തുവിനാണ്. പ്രൈസലോ. അത് ഒരു അസാധാരണ വന്ദനമാണ്. ആമേൻ. പ്രൈസലോ. അപ്പൊ എപ്രകാരമാണ് അപ്പല്ലോസ് ക്രിസ്തുവിനെ സമ്മതനായത് എന്ന് ഞാൻ ധ്യാനിക്കുന്നതിന് ആധാരമായിട്ട് ഒരു യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമ നമുക്ക് ധ്യാനിക്കേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിൽ ആ ഉപമയെ കാണുവാൻ നമുക്ക് കഴിയും. മത്തായി 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു: സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകും. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുകാരുടെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു.
ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പ് കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടു കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ, നമ്മൾ ആഴത്തിൽ ധ്യാനിക്കേണ്ടതായ ഒരു ഉപമയാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ആ കൃഷി, ഗോതമ്പ് വിതയ്ക്കുന്നതിന് മുമ്പേ ആ നിലം ഒരുക്കി അവൻ വിതച്ചതായിട്ട് നമുക്ക് കാണാം. ഏത് കൃഷിക്കാരനും ഒരു നല്ല വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ അവന്റെ നിലത്തെ അവൻ ഒരുക്കാറുണ്ട്. ഇവിടെയും ഈ മനുഷ്യൻ ഒരുക്കി. സാധാരണ പാഴ്നിലങ്ങളെ ഒരുക്കുക അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. യെശയ്യാപ്രവചനം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നിലം ഒരുക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ എന്റെ പ്രിയതമനെ, അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി. ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നതിന്റെ പ്രാഥമികമായി ചെയ്യുന്നത് അതിനൊരു സംരക്ഷണ വലയം സൃഷ്ടിക്കുകയാണ്. ഇവിടെ നാം യെശയ്യാപ്രവചനത്തിൽ മുന്തിരിത്തോപ്പായതുകൊണ്ട് അതിന് ചുറ്റും അവൻ വേലി കെട്ടി അതിനെ കല്ല് പെറുക്കി കളഞ്ഞു. അഥവാ വിത്തിനെ അവൻ അടിയിൽ അമർത്തി വെക്കുവാനോ അങ്ങനെ സ്വാഭാവികമായി ഉയർന്നു വരുവാൻ കഴിയാത്ത വിത്ത് കെട്ടുപോകാതെ ഇരിക്കേണ്ടതിന് വേണ്ടി ഒരു കൃഷിക്കാരൻ അതിലെ കല്ലുകളെല്ലാം പെറുക്കിക്കളയും. അതിന് ചുറ്റും സംരക്ഷണ വേലി വെക്കും. അതെല്ലാം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരുക്കിയ നിലത്ത് ഈ മനുഷ്യൻ വിത്ത് വിതച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ് നാം പിന്നീട് വായിക്കുന്നത്. 25-ാം വാക്യം, 14 മത്തായി 13:25. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു. മതി. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഇവിടെ കാണുന്ന വയൽ ദൈവത്തിന്റെ സഭയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ കുടുംബമായിട്ടും നാം അതിനെ ചിത്രീകരിക്കാം. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ആമേൻ, ഒരു മനുഷ്യനും കളയെ എവിടെയും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വെണ്ടക്കായ് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വഴുതനയോ പാവയ്ക്കയോ കുമ്പളങ്ങയോ മത്തങ്ങയോ ഉണ്ടാകണമെങ്കിൽ ആമേൻ അത് സ്വാഭാവികമായി നിലത്തു നിന്ന് പൊങ്ങി വരാറില്ല. അതിനുവേണ്ടി നിലം ഒരുക്കിയിട്ട് ഭൂമിക്ക് തയ്യാറാക്കിയിട്ട് ആമേൻ അതിന് വ്യക്തമായി സംരക്ഷണ ഒരുക്കി വിത്തുപാവി വളമിട്ട് നോക്കി നടത്തുമ്പോഴാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു നല്ല ഭക്ഷ്യയോഗ്യമായ മനുഷ്യന് ഉപകാരപ്രദമായ ഒരു സസ്യം അല്ലെങ്കിൽ വൃക്ഷം ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഒരു 10 ദിവസം ഭൂമി അല്ലെങ്കിൽ ഒരു മാസം ഈ ഭൂമി ഉപയോഗിക്കാതെ കടന്നാൽ അവിടെ തന്നെ മുള്ളും പറക്കാരിയും മുളച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം, ഉപയോഗിക്കപ്പെടാതെ അഥവാ പ്രവർത്തിക്കാതെ, ദൈവത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ, ആമേൻ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാതെ, ഫലം കായ്ക്കാൻ ഒരുങ്ങാതെ ഇരിക്കുന്ന ഏത് ജീവിതത്തിലും ആമേൻ സ്വാഭാവികമായി വളർന്നു വരുന്നത് ഉള്ളും പറക്കാരിയുമാണ്. ഒരാൾക്ക് ഒരു പ്രയോജനം ചെയ്യാതെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി അവർ മാറും. അതല്ലല്ലോ നമ്മുടെ ദൂത്. അതുകൊണ്ട് ഞാൻ മാറിപ്പോകുകയാണ്. ഇന്ന് പകൽ മനസ്സിലാക്കുക, അപ്പോൾ വയൽ ദൈവസഭയോ ആണെങ്കിൽ അവിടെ ശത്രു വിതച്ചത് നല്ല വിത്താണ്. പ്രൈസ് ദി ലോർഡ്. വിതച്ചത് നല്ല വിത്താണ്. എന്നാൽ വിതക്കാരൻ വിതച്ചത് നല്ല വിത്താണെങ്കിലും അവൻ വിതച്ചതിന് ശേഷം പോയി കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ ശത്രു കടവരച്ചു. ഇന്ന് രാത്രി മനസ്സിലാക്കുക, വിശ്വാസ ജീവിതത്തിന്റെ ജാഗ്രതയെയാണ് ഇത് കാണിക്കുന്നത്. രാത്രി മനുഷ്യന് ഉറങ്ങാനുള്ള സമയമാണ്. ഇത് ശാരീരിക ഉറക്കത്തെ കുറിച്ചല്ല,
വിശ്വാസ ജീവിതത്തിന്റെ ജാഗ്രതയെ കുറിച്ചാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പകലിലുള്ളവരാണ്, രാത്രിക്കുള്ളവരല്ല. ആകിയാൽ നാം ഉറങ്ങാതെ പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തികൾ നാം ചെയ്യുവാൻ ബാധ്യസ്ഥന്മാരാണ്. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യൻ വയലിൽ വിത്ത് വതച്ചു, അവൻ ഉറങ്ങുമ്പോൾ ശത്രു ഗോതമ്പിന്റെ ഇടയിൽ കള വതച്ചു. രണ്ടും ഒരുപോലെ വളർന്നു വന്നു. ഇന്ന് പകൽ ഒരാത്മീയ മർമ്മം ഞാൻ നിങ്ങളോട് പറയട്ടെ. വയലിൽ കളയ്ക്കും സമ്മതമാണ്, കളയും സമ്മതിക്കും, ഗോതമ്പിനെ സമ്മതിക്കും. വയലിനെ ഏതെങ്കിലും ഒന്നിനെ റിജക്റ്റ് ചെയ്യുവാൻ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമുക്ക് കാണുന്ന ആത്മീയ അർത്ഥത്തിലേക്ക് എടുത്താൽ ദൈവസഭയിൽ കളയുമുണ്ട്, നല്ല ഗോതമ്പ് മണിയുമുണ്ട്. വയല് ഇതിനെല്ലാറ്റിനെയും ഉൾക്കൊള്ളും. ഇതിനേതെങ്കിലും ഒന്നിനെ പറിച്ചു കളയാൻ പറ്റില്ല. യജമാനന്റെ ആ വയലിന്റെ ഉടമസ്ഥനോട് തന്റെ ദാസന്മാർ ചോദിച്ചു, യജമാനനെ, നാം നല്ല വിത്തല്ലോ വിതച്ചത്. കേൾക്കുന്ന വചനത്തിനൊരു കുഴപ്പമില്ല, പക്ഷെ അതിനോടുള്ള സമീപനം ആണ് വ്യത്യസ്തം. പിന്നെ കള എങ്ങനെ വധിച്ചു വന്നു? യജമാനൻ പറഞ്ഞു, ഉറങ്ങിയപ്പോ സംഭവിച്ചതാണ്. അപ്പൊ ദാസന്മാർ ചോദിക്കുകയാണ്, എന്നാൽ യജമാനനെ, ഞങ്ങൾ പോയിട്ട് അത് പറിച്ചു കളയട്ടെ. യജമാനൻ പറഞ്ഞു, അരുത്, കളയ്ക്കരുത്, അത് പറിക്കരുത്. എന്തുകൊണ്ടാണ് യജമാനൻ കളയെ പറിക്കരുതെന്ന് പറഞ്ഞെന്നറിയാമോ? ഗോതമ്പിനോടുള്ള ദൈവത്തിന്റെ കരുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, ആ യജമാനൻ എത്രമാത്രം നല്ല മണിയെ കരുതുന്നു. അവൻ പറയുകയാണ്, ഹല്ലേലൂയ, കള പറിക്കുമ്പോൾ ഒരു പക്ഷെ അബദ്ധത്തിലെങ്ങാനും ഒരു നല്ല ഗോതമ്പ് മണിയുടെ പേരും ഇളകാൻ സാധ്യതയുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ, ദൈവം എന്തുകൊണ്ട് അവരെ ശിക്ഷിക്കാത്തത്? ദൈവം എന്തുകൊണ്ടാണ് അവരെ ശാസിക്കാത്തത്? എന്താ ദൈവം അവരെ ന്യായീകരിക്കാത്തത്? ദൈവമക്കളെ, അവരെ ന്യായീകരിക്കാത്തതും അവരെ ശിക്ഷിക്കാത്തതും അവരെ ദൈവം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവർക്കെതിരെ നടപടിയെടുക്കാത്തതും ഇന്ന് പകൽ നീ മനസ്സിലാക്കുക, അത് നമ്മെ കരുതിയാണ്. വചനത്തെ വിതയ്ക്കപ്പെട്ട നിന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ വചനം, നിന്റെ കുടുംബത്തിൽ വിതയ്ക്കപ്പെട്ട നല്ല വചനം, നിന്റെ സഭയിൽ വിതയ്ക്കപ്പെട്ട നല്ല വചനം, അതിനൊരിക്കലും കേടുവരാതിരിപ്പാൻ സർവശക്തൻ താൽക്കാലികത്തേക്ക് അതിനെ അനുവദിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽ മനസ്സിലാക്കാമോ, നമ്മോടുള്ള ദൈവത്തിന്റെ ആർദ്രത എത്ര വലുതാണ്, നമ്മോടുള്ള ദൈവ സ്നേഹം എന്താണ്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദൈവസഭയിലും കളകളുണ്ട്, പക്ഷെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതിനെ പറിച്ചു കളയാത്തത് താൽക്കാലികത്തേക്കാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം ഈ വയലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ധ്യാനിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, ഒരു വയലിൽ ഞങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. എന്റെ കിങ്കാലത്ത് എന്റെ പിതാവ് കൃഷി ചെയ്യുമ്പോൾ ആധുനിക വിത്തുകളാണ് വിതച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 90 ദിവസം കൊണ്ട് അത് കൊയ്ത്തിന് പാകമായി തീരും. എന്നാൽ പഴയ ആളുകൾ പഴയ വിളവ് കുറഞ്ഞ ധാന്യങ്ങളാണ് വിളച്ചിരുന്നത്, നെല്ല് വിത്തുകൾ. അത് ഏറി വന്നാൽ 120 ദിവസം. അപ്പോ ഒരു കള നെല്ല് നല്ല മണി വിതച്ച വയലിൽ കളയുടെ ആയുസ് എത്ര ഉള്ളത്? 4 മാസം, ഏറ്റവും കൂടുതൽ 120 ദിവസം. അത് കഴിഞ്ഞാൽ ഒരു പ്രക്രിയയുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന് സമ്മതരായി തീരണമെങ്കിൽ, ക്രിസ്തുവിനാൽ സ്വീകാര്യരായി തീരണമെങ്കിൽ, പറിച്ചു കളയാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി നീ നല്ല ധാന്യത്തിന്റെ വിളവ് നീ കൊടുക്കാൻ ഇടയായി തീരണം. ഇവിടെ യജമാനൻ പറയുകയാണ്, കൊയ്ത്തിന്റെ സമയമായി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഏറി വന്ന 4 മാസം 120 ദിവസം. കൊയ്ത്തിന് സമയമായപ്പോൾ യജമാനൻ തന്റെ ദാസന്മാരോട് പറഞ്ഞത് നമുക്കൊന്ന് ധ്യാനിക്കാം, വായിക്കാം. അതിന്റെ 26-ാം വാക്യം ഉണ്ടാണ്, 13-26. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഈ കള ഒരു നിലത്തിൽ വന്നാൽ
ശക്തി പ്രാപിക്കുന്നത് ധാന്യമല്ല, ഗോതമ്പല്ല, കളയാണ്. കള അതിനെല്ലാത്തിനെയും മറ്റുള്ളതിന് മീതങ്ങ് മികച്ചു നിൽക്കുകയാണ്. മേജങ്ങ് ഉയർന്നു നിൽക്കും. യജമാനിനെ വയലിന്റെ ഉടമസ്ഥന്റെ പ്രയോജനമുള്ള ഗോതമ്പിനേക്കാൾ പ്രതാപത്തോടെ, സ്വാധീനതകളോടെ, ശക്തിയോടെ കളമുന്തി നിൽക്കും. ആമേൻ. കളായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. യജമാനന്റെ മറുപടിയാണ്, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. എന്നിട്ട് കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ച്, ആദ്യം പറിക്കുന്നത് മുമ്പേ കളയെ പറിച്ച് ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് തന്റെ കളപ്പുരയിലേക്ക് ഊട്ടിവെക്കാനും ഞാൻ കൽപ്പിക്കും. ഇന്ന് പകൽ ദൈവജനത്തിന് മനസ്സിലായോ? പ്രതാപവും ശക്തിയും മറ്റുള്ളവരുടെ മേൽ സ്വാധീന ശക്തിയും ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടാകാം. ആമേൻ. ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ കളയെ പറിച്ച് ദൈവജനത്തിന്റെ നടുവിൽ നിന്ന്, ദൈവജനത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് കളയെ പറിച്ച് കെട്ടിയിട്ട് ചുട്ടുകളയുന്ന ഒരു ദിവസം മുന്നിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രവാസകാലം ജാഗ്രതയോടെ, ദൈവഭയത്തോടെ, ഉണർവോടെ ജീവിപ്പാൻ ഏതൊരു ദൈവഭജനും ഒരുങ്ങിയിരിക്കേണ്ടതാണ്. ഈ കള ജീവിതത്തിൽ വരാൻ കാരണം, പ്രൈസലോ, കള കുടുംബത്തിൽ വരാൻ കാരണം, സഭയിൽ വരാൻ കാരണം ഉറക്കമാണ്, ജാഗ്രത കുറവാണ്. ഇന്ന് പകൽ സഭയ്ക്കകത്ത് കള മുളച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, അവിടെ ഒരു ജാഗ്രത കുറവുണ്ട്. കുടുംബത്തിനകത്ത് ആമേൻ കള മുന്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ജാഗ്രത കുറവുണ്ട്. ആകയാൽ ഉറങ്ങുന്നവരെയല്ല, ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന്, എഫേസ്യ ലേഖനത്തിൽ പറയും, ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തുയേശു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ഉറങ്ങുന്നവൻ ഒന്ന് ഉണരണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിത്തിനെ ശത്രു വന്ന് കളവതയ്ക്കാതിരിക്കാൻ നമ്മുടെ വയലിനെ കാവൽക്കാരായിരിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ജാഗ്രതയോടെ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ, ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമ്മാരും മനസ്സിലാകരുത്. നമ്മുടെ ചെറിയ കുഞ്ഞു തൊട്ട് ഏറ്റവും പ്രായമുള്ളവർ വരെയും ഓരോരുത്തരെയും പേര് ചൊല്ലി നമ്മൾ ഈ മൊത്ത കച്ചവടം നടത്തുന്നവരല്ല, അവരെല്ലാം നമ്മുടെ നെഞ്ചിലേക്ക് കയറ്റി. നാം രാജകീയ പുരോഹിത വംശമാണ്. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് വിശുദ്ധജനവും രാജകീയ പുരോഹിത വംശം, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ് നമ്മൾ. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലായോ? അഹരോന്റെ പുരോഹിതൻ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവന്റെ വസ്ത്രത്തുമേൽ 12 രക്തങ്ങളുണ്ട്. ഈ 12 രക്തങ്ങളും 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ന്യായവിധി അവരെ ഓർക്കണം. ഈ 12 കല്ലുകൾ അവരുടെ ഓർമ്മയ്ക്കായി അവരെ ഉള്ളിൽ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് വേണം ഒരു പുരോഹിതൻ ദേവാലയത്തിലേക്ക് ചെല്ലാൻ. ഇന്ന് പകൽ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും കുറച്ച് പേരുകൾ പറയുന്നതല്ല, ഓരോരുത്തരെയും വ്യക്തിപരമായി ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ ഓരോ കുടുംബങ്ങളെയും നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, അതിലെ ചെറിയ കുട്ടിയുടെയും മുതിർന്നവരുടെയും നാം ബന്ധപ്പെടുന്നവരെ മാത്രമല്ല, ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ജാഗ്രതയോടെ അവരുടെ വിഷയങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ചില ലോത്തുമാർ വിടിവിക്കപ്പെടും. ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പല കാര്യങ്ങളൊക്കെ ചറവറ എന്ന് പറഞ്ഞുകൊണ്ട്
അവസാനിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല ദൈവമക്കളെ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് പകൽ ദൈവസഭ തിരിച്ചറിയണം. പത്രോസിന് വേണ്ടി ഉറങ്ങിയ പത്രോസിന് വേണ്ടി ഉണർന്നെഴുന്നേറ്റുകൊണ്ട് ആമേ സഭ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് നിശബ്ദമായിരിക്കാൻ കഴിഞ്ഞില്ല, പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ദൂതനെ അയച്ചുകൊണ്ട് കാരാഗ്രഹത്തിന്റെ വാതിലുകളെ ദൈവം തുറന്നു കൊടുത്തു. ഇന്ന് പകൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ആമേ പ്രൈസ് ഹല്ലേലൂയ ആമേ നമ്മുടെ കുടുംബത്തിലെ മാത്രമല്ല ഓരോ വ്യക്തികളെയും നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയ്ക്ക് മുടങ്ങാൻ മടക്കുമ്പോൾ ഉള്ളിൽ വഹിച്ചുകൊണ്ട് മധ്യസ്ഥ ചെയ്യണം. ഇല്ലെങ്കിൽ ശത്രുക്കളെ വധിക്കും. ഇവിടെ പറയുകയാണ് ആമേൻ, ഈ കളയുടെ മുറ്റ് അങ്ങ് ശക്തിയോടെ വ്യാപരിച്ച വളർന്നു വന്ന ആമേൻ ധാന്യത്തെക്കാൾ ഗോതമ്പിനേക്കാൾ ഉയർന്ന തലമുക്കി നിന്ന ഈ കളയുടെ അവസ്ഥ എന്താണ്? അതിനെ കൊയ്ത്തിന് മുമ്പേ അതിനൊരു ശുശ്രൂഷയുണ്ട്. ദാസന്മാരയച്ച് അതിനങ്ങോട്ട് പറിച്ചെടുക്കും. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, ആമേൻ, ധാന്യമണികൾ ഒരുമിച്ചാണ് വളരുന്നത്. അതിന്റെ ഏകദേശം വലിപ്പമൊക്കെ തുല്യമാണ്. പക്ഷെ ഉയർന്നു നിൽക്കുന്നത് ഈ വലിയ കളയാണ്. അതുകൊണ്ട് പറിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ പറിക്കുമ്പോൾ ധാന്യത്തിന് കേടുവരില്ല, കാരണം അത് കൊയ്ത്തിന് പാകമായി. ഇന്ന് പകൽ എല്ലാറ്റിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാറ്റിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ കളയെ പറിച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്തു? മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ടുകളെ എന്തിനായി കെട്ടിവെക്കുന്നറിയുമോ? അവൻ അതിനെ ചുട്ടുകളയാന്. സമാനമായൊരു പദം, സമാനമായൊരു മുന്നറിയിപ്പ് എബ്രായ ലേഖനത്തിലുമുണ്ട്. 6-ാം അധ്യായത്തിൽ എബ്രായ ലേഖനം 6-1 മുതൽ വായിച്ച കാണാം. പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിൽക്കാൻ വേണ്ടി 7-8 വാക്യങ്ങൾ വായിച്ചാൽ മതി. പലപ്പോഴും പെയ്ത പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിനും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. നോക്കുക, ചുട്ടുകള നല്ല മണികൾ, നല്ല ധാന്യത്തെ വിളവിച്ചാൽ എന്താണ്? ഹിതകരമായ സസ്യാദികളെ ഹിതകര വാക്ക് പഠിച്ചോളെ കേട്ടോ. ഹിതകരമായി അഥവാ യജമാനന് എന്താണോ ഇഷ്ടം അത് യജമാനെ മുളയ്ക്കുവാൻ ആവശ്യമാകുന്ന ഫിസിക്കൽ ഭൗതിക നന്മകൾ കൊടുത്തു. ഇതെല്ലാം ലഭിച്ചിട്ടും ഈ കളകൾ ഈ വയല് നല്ല ഉപകാരമുള്ള പ്രയോജനമുള്ള ധാന്യങ്ങൾ മുളപ്പിച്ചാൽ എന്ത് ചെയ്യും? ദൈവത്തിന് ഹിതകരമായ വിളകളെ വിളയ്ക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം, അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. പ്രൈസലോ. നല്ല നോക്കുക, നമ്മൾ സാധാരണ പറയുന്ന വാക്കുണ്ട്, ദൈവം അനുഗ്രഹിച്ചു, ദൈവം അനുഗ്രഹിച്ചു, ദൈവം അനുഗ്രഹിച്ചു. എന്താ നമ്മൾ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത്? നമ്മുടെ സാമ്പത്തിക ഭൗതിക കാര്യങ്ങൾക്ക് മാറ്റം വന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ അനുഗ്രഹത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കണം എന്റെ സ്വകാര്യ പഠനത്തിന്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചു. അവൻ എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് എല്ലാം ഉണ്ട്. ഒരുവിധം മനുഷ്യ ജീവിതത്തിന് ആവശ്യമാകുന്ന അപ്പൊ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയില്ല, ദൈവം എന്നെ മാനിച്ചു. നമ്മളിങ്ങനെ ഒരുപാട് ഈ പെന്തക്കോസ്തുകാരെ അർത്ഥമറിയാതെ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അനുഗ്രഹവും മാനിക്കലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. അതിനാഴൊന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചപ്പോൾ അനുഗ്രഹം എന്നുള്ളത് അനുഗ്രഹം എന്നുള്ള കാര്യം ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവമക്കളെ ഈ ഭൗതിക നന്മകളല്ല. ഈ ഭൗതിക നന്മകളല്ല അനുഗ്രഹങ്ങൾ. പകരം ക്രിസ്തു താതാത്മ്യത്തിലേക്ക് പോകുകയാണ്. ക്രിസ്തു സ്വഭാവത്തിൽ അഥവാ യേശു ക്രിസ്തു എന്നിൽ എപ്രകാരമാണ് വളരുന്നത്, ഞാൻ എങ്ങനെയാ യേശുവിനെ പ്രതിബിംബിക്കുന്നത്? കർത്താവിനെ യേശു എന്നെ കണ്ടാൽ ക്രിസ്തു, ക്രൈസ്റ്റ് ലൈക്ക്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ക്രിസ്തു സ്വഭാവത്തിൽ ഞാൻ എത്രമാത്രം വളർന്നു വന്നു. എന്റെ യേശു അപ്പച്ചന് എനിക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച
പച്ചപ്പയമല കുരിശെടുത്ത് വീണ്ടും എഴുന്നേറ്റും യെരൂശലേം തിരുവീതികളിലൂടെ വീണെഴുന്നേറ്റ് പോയ സകല മനുഷ്യരുടെയും ആക്ഷേപത്തിനും നിന്ദയ്ക്കും പരിഹാസത്തിനും ഇടയായി തീർന്ന ഹല്ലേലൂയ അവസാന തുള്ളി രക്തം വരെ അവന്റെ ശരീരത്തിൽ ഓടിയ 5.5 ലിറ്റർ വെള്ളവും രക്തവും 40 ലിറ്റർ 5.5 ലിറ്റർ രക്തവും 40 ലിറ്റർ വെള്ളവും ഒരു തുള്ളി പോലും ശേഷിപ്പിക്കാതെ എനിക്ക് വേണ്ടി സകലതും എനിക്ക് വേണ്ടി ക്രൂശിൽ അകൃത്യയാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ എന്റെ ജീവിതം കൊണ്ട് പ്രതിബിംബിക്കലാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാതെ എന്റെ വസ്തുവകകളല്ല, എന്റെ ഈ ലോകത്തിൽ ലഭിച്ച നന്മകളല്ല. അത് ഞാൻ അടുത്ത ദിവസങ്ങളില് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താ നിത്യജീവൻ എന്നുള്ളതും കൂടെ പഠിച്ചുകൊണ്ട് അത് വിശദീകരിപ്പാൻ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ പറയുന്നു, യജമാന ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വസ്തുത, ദൈവം നമ്മെ ഉയർത്തുമ്പോൾ നാം ദൈവത്തിന് അകന്നു പോകുന്നതാണ്. പണ്ട് നമുക്ക് വാഹനങ്ങളില്ലായിരുന്നു. വാഹനങ്ങളില്ലാത്ത സമയത്ത് നാം യോഗത്തിന് മുമ്പ് എത്തുമായിരുന്നു. എല്ലാ യോഗത്തിനും നമ്മൾ എത്തുമായിരുന്നു. രാത്രി ആയാലും പ്രശ്നമില്ല, പകലായാലും പ്രശ്നമില്ല. ഉപവാസ ആയാലും വീട്ടുപ്രാർത്ഥന ഒക്കെ നമ്മൾ എത്തുമായിരുന്നു. ദൈവം നമ്മുടെ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം തന്നു. ദൈവം നമ്മെ ഉയർത്തി. നമ്മുടെ ഭാഷയിൽ അങ്ങ് പറയാം, ദൈവം നമുക്ക് വാഹനങ്ങൾ തന്നു. ഇപ്പോഴോ എത്ര യോഗത്തിന് വരാൻ പറ്റുന്നുണ്ടോ നമുക്ക്? മനസ്സിലായോ? ഹിതകരമായി ദൈവം നമ്മുടെ ഭൗതിക ജീവിതത്തെ ആശ്വാസകരമായി, അഥവാ ഗ്രീസിടുന്ന പോലെ ആയാസമില്ലാതെ ജീവിക്കാൻ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നൽകി തരുമ്പോൾ അനുഗ്രഹങ്ങൾ ഭാരമാക്കി വെക്കാതെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മുടെ യേശു ക്രിസ്തുവിനെ ഒന്നും കൂടെ ഫലപ്രദമായി, ഒന്നും കൂടെ വിജയകരമായി സേവിപ്പാൻ, ആരാധിപ്പാൻ നമുക്കിടയായി തീരുന്നുണ്ടോ? ഹിതകരമായ സസ്യാദികളെ മുളപ്പിച്ചാൽ അനുഗ്രഹമുണ്ട്. അപ്പോൾ ദൈവത്തിന് നീ പ്രയോജനപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം വാസ്തവമായി നമുക്ക് ലഭിക്കുന്നത്. ഇനി അല്ലാതെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. വായിക്കാം. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ, നോക്കുക, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാണ്. ദൈവം നിനക്ക് അനുഗ്രഹം തന്ന്, ദൈവം നിന്നെ വർദ്ധിപ്പിച്ച്, നീ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ലാത്തതും പ്രതീക്ഷിച്ചിട്ടില്ലാത്തതും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ സർവശക്തനാകുന്ന ദൈവം നിനക്ക് നൽകി തന്നു. വാസ്തവമാണ്. ആ അനുഗ്രഹത്തുമേൽ, ആ വിഷയത്തുമേൽ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. എന്നാൽ വിട്ടുമാറിയാൽ എന്ത് ചെയ്യുന്നു? മുള്ളും പരക്കാരെ മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതാണ്. നിന്റെ നന്മകൾ ദൈവത്തിന് അകലാനല്ല, നിന്റെ നന്മകൾ ദൈവത്തെ വിട്ടു പോകാനല്ല, നിന്റെ നന്മകൾ ദൈവത്തെ ഒന്നും കൂടെ അടുത്ത് സേവിക്കുവാനാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി, അന്ന് പകൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ദാവീദ് ഒരു ഇടയവാലന്, ഒരു ഇടയച്ചെറുക്കന. പ്രൈസ് ദി ലോർഡ്. ദൈവം അവനെ കണ്ടു, അവനെ തെരഞ്ഞെടുത്തു, അവനെ രാജാവായി, ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. അവൻ ദൈവമക്കളെ, അവൻ അത്ര സമ്പന്നനൊന്നുമല്ല, രാജാവായിട്ടില്ല, അധികാരം തന്നിലേക്ക് വന്നിട്ടില്ല. ആ സമയത്ത് തനിക്ക് സ്വന്തമായ അരമനയില്ല. രാജാവിന് അരമനയില്ല, കിട്ടുമോ? കാടുകളിലും ഗുഹകളിലും ഉടന്നു നടന്ന ദാവീദ് എവിടെയായിരുന്നു ജീവിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ മനസ്സിലാക്കുക, സീദോനി രാജാവായ ഹൂരാമിനെ ദൈവം ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, മരങ്ങളും ആവശ്യമായ തടികളും പണിക്കാരുമായി യെരൂശലേമിലേക്ക് ചെന്ന് എന്റെ ദാസനായ ദാവീദിനെ ഹൂരാമിനോട് അവനോട് പറയുകയാണ്, അവൻ ദാസനൊരു കൊട്ടാരം പണിയണം. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമായ നന്മകൾ, അനുഗ്രഹങ്ങൾ നീ ചോദിക്കാതെ തന്നെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവം കൊട്ടാരം കൊടുത്തു ദാവീദിന്. ലെബാനോനിലെ ദേവദാരുകൾ കൊണ്ടുള്ള കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ ഒരു ദിവസം ജനല കതക് തുറന്ന് വിൻഡോ തുറന്നുകൊണ്ട് നോക്കിയപ്പോ കണ്ടു യഹോവയുടെ പെട്ടകം
അവിടെ പുറത്ത് മഞ്ഞും മഴയത്തും കിടക്കുന്നു. ദാവീദ് പറഞ്ഞത് പ്രൈസ് ഹല്ലേലൂയ, തന്റെ കൊട്ടാരവും ദേവദാരും എല്ലാം അവിടെ ഇരിക്കുമ്പോൾ ദാവീദ് പറഞ്ഞ വാക്ക് മറക്കല്ലേ, ഈ എന്റെ ദൈവമായ യഹോവയ്ക്ക് എന്റെ താണവസ്ഥയിൽ നിന്ന് എന്നെ ഇത്രയും ഉന്നതിയിലേക്ക് വഴി നടത്തിയ സർവശക്തനാകുന്ന ദൈവത്തിന് വേണ്ടി ഒരാലയം പണിയാതെ ഞാൻ എന്റെ ശയ്യമേൽ വിശ്രമിക്കുകയില്ല, എന്റെ കട്ടിലിൽ ഞാൻ കിടക്കുകയില്ല. ദൈവം കൊടുത്തതാണെങ്കിലും ദൈവം കൊടുത്ത നന്മകളാണെങ്കിലും ആമേൻ പ്രൈസ് ദി ലോർഡ് അതിനേക്കാൾ ശ്രേഷ്ഠമേറിയതായി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവത്തെ കണ്ടതായ മനുഷ്യനോട് ദൈവം പറഞ്ഞു, ദാവീദേ നിന്റെ ഹൃദയത്തിന് നന്ദി, നിന്റെ ഹൃദയത്തിനെ മാനിക്കുന്നു. അവൻ ആലയം പണിതില്ലെങ്കിലും അവൻ ദൈവാലയം പണിതില്ലെങ്കിലും അവന്റെ ഉള്ളിലെ ആഗ്രഹങ്ങള് ദൈവാഭിമുഖ്യമുള്ള ദൈവത്തിനു വേണ്ടിയുള്ള ദൈവജനത്തിനു വേണ്ടിയുള്ള ദൈവികാരാധനയ്ക്ക് വേണ്ടിയുള്ള ആ വലിയ വാഞ്ച അവന് നിത്യ പൗരവമേൽ പ്രൈസ് ദി ലോർഡ് ഒരു ഗ്രഹം പണിത് കൊടുത്ത് അവനെ ഉയർത്തുവാൻ ദൈവം മാനിച്ചു. എന്നാൽ അവന്റെ മകനായ ശലോമോന്റെ ചരിത്രം നമ്മൾ എന്ത് വായിക്കുന്നു? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവനും ആലയം പണിതു, ഇവൻ പണിതില്ല, അവൻ പണിതു. ദൈവം അവനെ നിയോഗിച്ചു. യെരൂശലേമിൽ 1,00,000-ലധികം ആടുകളെ ഹോമയാഗം കഴിച്ച ദാവീദ് ശലോമോൻ അതേ യെരൂശലേമിൽ തന്റെ ജഡബിംബങ്ങൾക്ക് പിന്നാലെ പോയിട്ട് കണ്ണിന്റെയും ജഡത്തിന്റെയും പുറകെ പോയിട്ട് കാണുന്നിടത്തെല്ലാം ഭംഗിയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊണ്ടുവരികയും തന്റെ ശാരീരികമായ ദൗർബല്യത്തിൽ വാർദ്ധക്യത്തിൽ ഓരോരുത്തരും താന്താന്റെ ദേവനെ അതേ യെരൂശലേമിൽ ജീവനുള്ള ദൈവത്തിനെ ആരാധിപ്പാൻ യഹോവയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന അതേ യെരൂശലേമിൽ നിരവധി വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവൻ ആലയം പണിതു. മുള്ളും മരക്കാരെയും മുളപ്പിച്ചാലോ അവൻ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു. അനുഗ്രഹങ്ങൾ കൈമാറി പോകുന്നു. ദാവീദിന് ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയപ്പോൾ അവൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. ഞാൻ നിനക്ക് ഗ്രഹം പണിയുമെന്നും ഞാൻ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ഉള്ളിച്ചാടിയല്ല, നോട്ടീസ് അടിക്കല്ല ചെന്നത്. അവൻ അറയിൽ കടന്നു മുഴങ്കാൽ മടക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവം നിന്നെ ഉയർത്തുമ്പോഴൊക്കെയും നീ താഴണം കേട്ടോ. നിന്റെ ഉള്ളത്തെ ഒരുപാട് ദൈവത്തോട് നന്ദി ഉണ്ടാകണം. നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, നമ്മുടെ ജാമ്യം മിടുക്കുകൾ കൊണ്ടല്ല, ദൈവം നമുക്ക് നൽകി തരുന്ന ഈ ആയുസ്സും ആരോഗ്യവും എല്ലാം അവയെ ദൈവാഭിമുഖ്യമായി ദൈവത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ദൈവം മക്കളെ അനുഗ്രഹം ലോകത്തിലെ നമ്മൾ ഇങ്ങനെ എല്ലാം പ്രതാപത്തിൽ വായിക്കാനും അതല്ല അനുഗ്രഹം. നീ ക്രിസ്തുവിന് സമ്മതനായിരിക്കണം, നീ ദൈവത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ കളയുടെ ആയുസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 മാസം. അത് കഴിഞ്ഞാൽ തീരിട്ടു. എന്നാൽ ധാന്യമണിയുടേതോ കതിര് കൊയ്തു, ഗോതമ്പ് കൊയ്തു, കളപ്പുരി കൊണ്ടുവന്നു. അവിടെ ഒരു വേർതിരിവുണ്ട് കേട്ടോ. ആദ്യം കളപ്പുരയിലേക്ക് അല്ല ധാന്യമണി കയറുന്നത്. ഗോതമ്പ് മണി അവിടെ എന്ത് ചെയ്യുന്നു? വീശുമുറം അവന്റെ കയ്യിലുണ്ട്. ആമേൻ. ഉടമസ്ഥന്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്. അവൻ ആദ്യം കളത്തെ വെടിപ്പാക്കും. പ്രൈസലോ, ആദ്യം കളത്തെ വെടിപ്പാക്കും, എന്നിട്ട് പാറ്റാൻ ആരംഭിക്കും. ഈ ധാന്യമണികളിൽ 3 തരമുണ്ട്. ധാന്യമണികൾ 3 തരമുണ്ട്. ഒന്ന് നല്ല മണി, നല്ല കനമുള്ള മണികളാണ്. രണ്ടാമത്തത് പതിര്, അതിന് യാതൊരു വെയിറ്റും ഇല്ല, കാറ്റത്ത് അത് പാറിപ്പോകും. എന്നാൽ ഇതിന് രണ്ടിനും നടുക്ക് എടുക്കുന്ന ഒരാളുണ്ട്. മങ്കെന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ചത്ത എന്നെ പറയാന്ന് തോന്നുന്നു. ചത്ത, എനിക്കതിന്റെ കൃത്യമായി അറിയില്ല. നമ്മൾ അറിയാലോ, അരി വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കറുത്ത മണികൾ വരും, ചില കറുത്ത മണികൾ. പ്രൈസലോ, ചോറ്, കറുത്ത ചോറ് വരുന്നത് കണ്ടിട്ടില്ലേ? ചത്ത അല്ലെങ്കിൽ മങ്ക്. അപ്പൊ 3 തരം ധാന്യങ്ങളുണ്ട്. ഒന്ന് കേൾക്കുന്ന വചനം, എല്ലാ ദിവസവും എല്ലാ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്ന വചനത്തെ അതുപോലെ ഉൾക്കൊണ്ട് അതുപോലെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് തന്റെ അകത്ത് ആ വചനത്തെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം. ഈ ധാന്യമണിയാണ് അനേകങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നത്. ഞാൻ അവിടേക്ക് വരാം. രണ്ടാമത്തെ പതിരാണ്.
അപ്പൊ ഈ കാറ്റ് വീശുമ്പോൾ, അഥവാ ഞാൻ ഈ ഗോതമ്പ് പാറ്റുകയാണ്, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറയുന്ന നെല്ല് പാറ്റുമ്പോൾ, ഈ ആ പാറ്റുന്നവന്റെ കാൽച്ചുവട്ടിൽ വീഴുന്നതിന്റെ പേരാണ് നല്ല മണി. അത് അവന്റെ കാൽച്ചുവട്ടിലാണ് വീഴുന്നത്. അവൻ നിൽക്കുന്നിടത്ത് അത് നല്ല മണി വീഴുന്നത്. ഈ ചത്ത ഉണ്ടല്ലോ, അത് മങ്ക്, ഇത് സ്വല്പം ദൂരേക്ക് മാറിയിട്ടാ വീഴുക. കാരണം അതിനകത്തൊരു പകുതിയേ ഉള്ളൂ, പകുതി ഉണ്ടാവില്ല, ചെറിയതാണ്. അവൻ കാഴ്ചയ്ക്ക് ധാന്യമണിയാണ്, പക്ഷെ അതിൻ്റെ അകത്തില്ല. അത് ഉപയോഗമില്ലാത്ത മണിയാണ്. അത് പാറ്റുന്നവന്റെ ഒരല്പം മാറി നിൽക്കും. പതിരോ അത് ഒരുപാട് ദൂരേക്ക് നിൽക്കും, ഒരുപാട് ദൂരേക്ക് അത് മാറി നിൽക്കും. ഇന്ന് പകൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, യജമാനന്റെ കാൽച്ചുവടി കിടക്കുന്നത് അവൻ നാളെ ശ്രേഷ്ഠകരമായി ഉപയോഗിക്കപ്പെടും. നീ യജമാനന്റെ ദൈവത്തിന്റെ യേശു കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഹരിച്ച് അത് 30, 60, 100 മേനിയായി നീ വിളവ് കൊടുക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതോ സഭായോഗത്തിന് വന്നു, പ്രാർത്ഥന യോഗത്തിന് വന്നു, വചനം കേട്ടു, അപ്പൊ തോന്നി നല്ല പ്രസംഗം, നല്ല മെസ്സേജാ, ഗേറ്റിലേക്ക് ചെന്ന് ചോദിക്കുകയാണ്, ഇന്ന് പാസ്റ്റർ അല്ലെങ്കിൽ സഭയിലെ സഹോദരന്മാര് എന്താ പ്രസംഗിച്ച്? അയ്യോ അത് മറന്നു, പ്രസംഗം നല്ലതായിരുന്നു, പക്ഷെ പ്രസംഗം മറന്നു. ഇതാണോ നമ്മുടെ ജീവിതം? എന്നാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, നിത്യത വരെ ഫലം കൊടുക്കുന്നൊരവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. യേശു പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഇന്ന് പകൽ നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനിയായി വിളഞ്ഞതുപോലെ യജമാനന്റെ പാറ്റുന്നവന്റെ കാൽച്ചുവടിൽ വീടുന്ന കനമുള്ള മണികളായി ഞാനും നിങ്ങൾ മാറണം. ഇന്ന് രാത്രി പകൽ രണ്ടാമത്തേതും അഥവാ മങ്കിനെയും അതുപോലെ തന്നെ പതിരിനെയും കെടാത്ത തീയിൽ ഇട്ട് കളയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, ഭൗതിക നന്മകളല്ല നമ്മുടെ കനം, ഭൗതികമായ അനുഗ്രഹങ്ങളല്ല നമ്മുടെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ. ദൈവത്തിന്റെ വചനത്തിന് നിന്നിൽ സ്വാധീനമുണ്ടോ? നീയാണ് നല്ല നിലം, നീയാണ് നല്ല ഉപകാരമുള്ളത്. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി അതിന്റെ ഉടമസ്ഥന് നല്ല ഫലം സസ്യാദികളെ വിളയിച്ചാൽ അത് അനുഗ്രഹമുള്ളതാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിൽ അത് ശാപത്തിനടുത്തതും കെടുന്നീയിൽ ഇട്ട് ചുട്ട് കളയുന്നതും ആകും. വീശുമരം നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. ഇന്ന് പകൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എത്രമാത്രം ദൈവവചനത്തോട് അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ട്, നാം എത്രമാത്രം ദൈവവചനത്തെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് നമ്മിൽ കൊടുത്ത ഫലം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക്, വേദപുസ്തകം വായിച്ച് നമ്മുടെ തെറ്റുകളെ, നമ്മുടെ അകൃത്യങ്ങളെ യഹോവാശി രാജാവിനെ പോലെ പൊട്ടിക്കരഞ്ഞു വിട്ടുണ്ടോ നമ്മൾ വല്ലപ്പോഴും? അതോ നമ്മൾ പലപ്പോഴും തെരിയുന്നത് ഈ ഉത്സവപ്പറമ്പിലെ കുലിക്കുകുത്തുകാരനെ പോലെ വാക്തത്വങ്ങള് ബൈബിൾ അടിച്ചു തുറന്ന് അന്വേഷിക്കുന്നവരാണോ നമ്മള്? ദൈവമക്കളെ, ദൈവവചനത്തിൽ വാക്തത്വങ്ങൾ മാത്രമല്ല, നിന്നെ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകളുണ്ട്, വാണികളുണ്ട്. അത് കേട്ടിട്ട് ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മള്. ഇന്ന് പകൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, നാം ലോകത്തിനല്ല ക്രിസ്തുവിന് സമ്മതൻ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ശൗൽ രാജാവിനെ കുറിച്ച് നമുക്കൊരു ചരിത്രം അറിയാം. ശൗൽ ദൈവത്തിന് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ്. അവൻ ദൈവത്തിനാ തിരഞ്ഞെടുക്കപ്പെട്ടതാ. ശ്രേഷ്ഠതയാണ്, എല്ലാവരെക്കാളും തോൾ മുതൽ ഉയരമുള്ളവനാ. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും ശൗലിനെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവൻ കോമളരൂപിയാണ്. അവൻ എല്ലാ കാര്യങ്ങളും ഒരു രാജത്വത്തിന് ആവശ്യമാകുന്ന എല്ലാ പ്രൈസ് ദി ലോർഡ് ക്വാളിറ്റീസും ഈ മനുഷ്യനിലുണ്ട്. അവനെ ദൈവം ശമൂവേൽ പ്രവാചകൻ രാജാവായി അഭിഷേകം ചെയ്തു. അവൻ രാജാവായി തീർന്നു. പക്ഷേ അവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവൻ കർത്താവിന് കൊള്ളവരുതാത്തവനായി തീർന്നു കേട്ടു. അവൻ ദൈവത്തിന് സമ്മതനല്ലായിരുന്നു. അവൻ ദൈവത്തിനാൽ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു. അവന്റെ അഭിഷേകത്തിന്റെ സമയത്ത്
ദൈവം അവനിൽ നിക്ഷേപിച്ച ദൈവത്തിന്റെ നല്ല ആത്മാവിനെ അവൻ എടുത്തു കളഞ്ഞു. അവനെ പിന്നീട് പൊസസ് ചെയ്തത്, അവൻ അവകാശമാക്കിയത് ഒരു ദുരാത്മാവാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, ആമേ ദൈവജനങ്ങള്, ഹല്ലേലൂയ, ആരംഭം മാത്രമല്ല അവസാനവും വിശുദ്ധമായിരിക്കട്ടെ ദൈവമക്കളെ. ശൗൽ അഭിഷിക്തനായിട്ടാ തുടങ്ങിയത്. അവന്റെ മരിച്ചപ്പോൾ ഗിൽബോവ പർവ്വതത്തിൽ അവനും മക്കളും കുടുംബം പട്ടുപോയപ്പോൾ ആമേൻ ദാവീദ് വിലാപതി പറയുന്നു, അഭിഷേകമില്ലാത്ത ശൗലിന്റെ പരിഗണന. ശൗലിന്റെ ആയുധങ്ങൾക്കും ശൗലിനും അഭിഷേകം നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ ഒരു കാര്യം ആത്മപരിശോധന നടത്തണം. ആമേൻ നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ടായിരുന്നു, നമ്മിൽ വ്യാപരിച്ച കൃപയുണ്ടായിരുന്നു. പക്ഷേ അവൻ ഇന്ന് അതുണ്ടോ എന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. എന്തിനാണെന്നറിയാമോ? ഇല്ലെങ്കിൽ ഫെലിസ്ത്യൻ പടിവാദിക്കൽ നിന്നുകൊണ്ട് ചതിക്കുവാൻ വരുന്ന മറഞ്ഞിരിക്കുന്ന ഫെലിസ്ത്യൻ പിടിച്ചുകെട്ടൻ കടന്നു വരുമ്പോൾ നീ വിചാരിക്കും പണ്ടത്തെ പോലെ എനിക്കുണ്ടെന്ന്. ഇല്ല, ശക്തി ചോർന്നത് അറിയാതെ ഉണർന്നിട്ട് കാര്യമില്ല. നിന്റെ ശക്തി ഉറക്കത്തിൽ നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, കോവിഡ് പീരീഡാണ്, ഒരുപാട് അവധികളുണ്ട്, ഒരുപാട് സമയങ്ങളുണ്ട്. സാധാരണ രീതിയിൽ നിന്ന് ഒരു വഴിപാട് പ്രാർത്ഥനയും ഒരു വഴിപാട് വചന പഠനവും വിട്ട് വായന വിട്ട്, പഠനമല്ല വായന വിട്ട്, എന്റെ പ്രിയനവന്റെ പ്രേമവചനങ്ങൾ എന്റെ പ്രിയനോട് പറയാനുള്ള അവന്റെ ഇമ്പമേറിയ ദൂതുകൾ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവചനത്തിന് മുമ്പിൽ പോയിരുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളോട് ഈ ദിവസങ്ങളിൽ കർത്താവ് സംസാരിച്ചതുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, ഈ കോവിഡ് വന്നത് വെറുതെയല്ല, ഈ പകർച്ചവ്യാധി വന്നത് വെറുതെയല്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ യേശു കർത്താവിന്റെ വരവ് വാദിക്കല. ഏത് നിമിഷം വരാം, ഇല്ലെങ്കിൽ നമ്മൾ മരിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 45,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായ ഒരു വലിയ വീട് ലോകത്തിൽ എല്ലാവർക്കും അത്ഭുതമേ. കേരളത്തിലെ ഏറ്റവും വലിയ വീട്. പക്ഷെ ആ വീട്ടിൽ കിടക്കാൻ ആ മനുഷ്യന്റെ മൃതശരീരത്തിന് പോലും കഴിഞ്ഞില്ല. കേട്ടോ, ആ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുവാനോ തന്റെ വേണ്ടപ്പെട്ടവരോട് കൂടെ ഒന്ന് സംസ്കരിക്കാനോ സാധിച്ചില്ല. എന്തിനാ 45,000 സ്ക്വയർ ഫീറ്റ്? ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് കൊള്ളാകുന്നവരെ തീരാൻ, ദൈവത്തിന് പ്രയോജനമുള്ളവരെ തീരുവാൻ, ദൈവാഭിമുഖ്യത്തോടെ ഈ അവസരങ്ങളെ ദൈവമക്കളെ ഉപയോഗിക്കുവാൻ നമ്മുടെ ഇടയിൽ തീരണം. നമ്മുടെ വീടുകളെ നമ്മൾ വൃത്തിയാക്കുന്നു, നമ്മുടെ വീടിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ ജീവിതം വൃത്തിയാക്കിയിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടും ആത്മതപനത്തോടും നമ്മുടെ ജീവിതത്തിലെ കൊള്ളരുതാദികളെ, അരുതായ്മകളെ, ദൈവപരിജ്ഞാനത്തിന് വിരോധമായ കാര്യങ്ങളെ, ഈർഷ്യം, കയ്പ്, വിദ്വേഷം അതെല്ലാം വിട്ടുമാറി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു നവീകരണം പ്രാപിക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഈ കോവിഡിന്റെ പകർച്ചവ്യാധി ഞാൻ ചുറ്റും നിരീക്ഷിക്കുന്നതിന് മനസ്സിലായി ഇപ്പൊ കണ്ടു. ഇതുവരെ ഇതിന്റെ നമ്മുടെ ഹോളിന്റെ പരിസരത്ത് വരാത്ത ഒരുപാട് കിളികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ വന്നിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് കിളികള്, ഒരുപാട് പക്ഷികള് എല്ലാം ഇവിടെ കയറി വന്നു. എന്തെന്നറിയാമോ? റോട്ടാമേൻ അന്തരീക്ഷ മലിനീകരണമില്ല, ശബ്ദമില്ല, ബഹളമില്ല, ആൾക്കൂട്ടമില്ല, തിക്കും തിരക്കുമില്ല. പ്രകൃതി അതിന്റെ യൗവനം വീണ്ടെടുത്തു. ഈ പകർച്ചവ്യാധി അത് തന്നെ കടുകി വൃത്തിയാക്കി. സമുദ്ര ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, അടുത്ത പ്രാവശ്യം ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങിയാൽ മീൻ കൊണ്ട് നിറയും. കാരണം അന്യായ കൊള്ളകൾ വലിയ വലിയ ചെറിയ വലകൾ വെച്ചുകൊണ്ട് വലിയ മീൻകൂട്ടത്തെ പിടിച്ച് ചെറിയതിനെ വിലയില്ലാത്തതിനെ കടലിൽ ചത്തനെ വലിച്ചെറിഞ്ഞ് വളരാൻ സമ്മതിക്കാതെ, അവർക്ക് പ്രജനനം ചെയ്യാൻ സമ്മതിക്കാതെ മനുഷ്യൻ കൊള്ള ചെയ്തപ്പോൾ ഇപ്പൊ കടലിൽ ആടില്ല, കടലിൽ മീൻപിടുത്തമില്ല. കടല് ശുദ്ധീകരിച്ചു, അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെട്ടു, വിമാനങ്ങളില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു സമയം 35,000-ഓളം വിമാനങ്ങൾ അന്തരീക്ഷത്തിലുണ്ടാകുമെന്നാണ് ഒരാൾ പറഞ്ഞത്. എനിക്ക് കൃത്യമായി കണക്ക് എനിക്കറിയില്ല, കാണുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അന്തരീക്ഷം മലിനമല്ല, പ്രകൃതി മലിനമല്ല. ഈ കോവിഡ് കഴിഞ്ഞു വരുമ്പോൾ, ഈ പകർച്ചവ്യാധി കഴിയുമ്പോൾ പ്രകൃതി അതിന്റെ യൗവനം പുതുക്കി തെളിഞ്ഞ്, നിങ്ങൾ കണ്ടിട്ടുണ്ട് എത്രയോ പുതിയ പുഷ്പങ്ങളാ റോഡിലേക്ക് നിൽക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ അപ്പന്മാര് കണ്ട പൂക്കളൊക്കെ
ആമേൻ വളർന്നു വന്നിട്ടുണ്ട്, പൂത്തു കഴിഞ്ഞു. ഇന്ന് രാത്രി എന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നവീകരണം നടക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പീരീഡ് 10-30 ദിവസമായല്ലോ നമ്മൾ വീട്ടിലിരിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മിൽ എന്ത് ആത്മീയ നവീകരണം വരുത്തി? ഏതെങ്കിലും ഒരു ബൈബിൾ പുസ്തകങ്ങൾ എടുത്തു വെച്ച് നമ്മൾ എബ്രായ ലേഖനം പഠിക്കുന്നുണ്ട് 2 ദിവസം കൂടെ, അത് കഴിഞ്ഞ് നമ്മൾ പുതിയ പുസ്തകത്തിലേക്ക് പോകും. ആ മഹിമ വെച്ച് അത് മാറ്റി, അത് നമ്മൾ പൊതുവായി പഠിക്കുന്നതാണ്. എന്നാൽ എനിക്ക് എന്റെ യേശുവിനൊന്നും കൂടെ അറിയണം, തിരുവചനത്തിലെ ക്രിസ്തുവിനെ യേശുവുമായി എനിക്കൊന്നും കൂടെ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ നമ്മൾ കർത്താവിനെ സമ്മതനാക്കിടുവാൻ. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ലെന്ന് നഥാനിയേലിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇന്ന് നമ്മെ കാണുന്ന നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് പറയുവാൻ കഴിയുമോ? നാം ക്രിസ്തുവിന് സമ്മതനായിരിക്കണം. അഭിഷേകം പ്രാപിച്ചു, സ്വീകാര്യത കൊടുത്തു, ഉയർത്തി, മാനിച്ചു, ശൗൽ രാജാവിനെല്ലാം കൊടുത്തു. 2 വാളുകൾ കൊണ്ട് അപ്പനും മോനും മാത്രം വാൾ വെച്ചിട്ട് യുദ്ധം ജയിച്ചു കൊടുത്തു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അസാധാരണ വിജയങ്ങൾ തന്റെ ജീവിതത്തിൽ കൊടുത്തു. പക്ഷേ അവൻ ദൈവത്തിന് സമ്മതനായി തീർന്നില്ല. യേശു തിരഞ്ഞെടുത്ത യൂദയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 6:70 പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:70. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളെ 12 പേരെ യേശു തിരഞ്ഞെടുത്തവരെ 12 പേരെ നിങ്ങളെ ഞങ്ങൾ 12 പേരെ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാച് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് നീ ദൈവത്തിന് യേശുവിനെ സമ്മതനായിരിക്കണമെന്നില്ല. ഇന്ന് പകൽ ദൈവമക്കളെ ഭയത്തോടെ കേൾക്കുക. ദൈവം നിന്നെ തിരഞ്ഞെടുത്തു ശരി, ദൈവം നിന്നെ വേർതിരിച്ചു ശരി, ദൈവം നിന്നെ അനുഗ്രഹിച്ചു ശരി, ദൈവം നിന്നെ ഉയർത്തി ശരിയാണ്. എല്ലാം ആയതുകൊണ്ട് നീ ദൈവത്തിന് സ്വീകാര്യനായിരിക്കണമെന്നില്ല. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പ്രസിഡന്റ് ഇല്ലായിരുന്നു, സെക്രട്ടറി ഇല്ലായിരുന്നു, ചെയർമാൻ ഇല്ലായിരുന്നു. എന്നാൽ അതിലൊരാളുണ്ടായിരുന്നു, പണസൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാരിൽ എന്തെങ്കിലും വ്യക്തിപരമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഏക ശിഷ്യൻ യൂദയാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു പറയുന്നു, അവൻ പിശാചാണ്. അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടോ വേർതിരിയപ്പെട്ടത് കൊണ്ടോ ക്രിസ്തുവിന് സമ്മതനായിരിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവമക്കളെ, ഈ പ്രവാസകാലം, ഈ മരുഭൂമി യാത്ര എപ്പോഴാണ് തീരുന്നത് നമുക്കറിയില്ലല്ലോ. എന്നാണ് നമ്മുടെ നാടുകൾ ഓട്ടം തികയുന്നെന്ന് അറിയില്ലല്ലോ. അത് നമ്മോട് കർത്താവ് അറിയിച്ചിട്ടില്ല. ആകയാൽ ഇന്ന് പകൽ മനസ്സിലാക്കുക, ശിഷ്ടജീവിതം വന്നത് എന്തുമായിക്കൊള്ളട്ടെ, ശിഷ്ടമുള്ള ജീവിതം ക്രിസ്തു യേശുവിനെ സമ്മതമായി പൂർത്തീകരിച്ച് തീർക്കാൻ, ജീവിച്ചു തീർക്കാൻ, ക്രിസ്തുവിനെ സമ്മതമായി ജീവിപ്പാൻ ദൈവമക്കളെ നമ്മളെ കെടിയാക്കുന്നു. എബ്രായ ലേഖനത്തിൽ 12 പറയുന്നു, പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു വരുന്നു, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തിന് ഒരു അഭിമാനം. ഏലിയാവ് എന്റെ മകനാ, ഏലിശ എന്റെ ദാസനാ, അബ്രഹാം എന്റെ മകനാ, ഇസഹാക്ക് എന്റെ മകനാ. ദൈവം അവരുടെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ അവരുടെ ദൈവം എന്ന് പറയാൻ ലജ്ജിച്ചിട്ടില്ല. ഇന്ന് പകൽ നമ്മുടെ കർത്താവിനെ എന്റെ പേര് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പേര് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. സാക്ഷ്യം പ്രാപിപ്പാൻ, മരിക്കുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിപ്പാൻ, ഈ ലോകത്തിൽ മറ്റുള്ളൊരു വാക്കിൽ നിന്ന് അന്വേഷിക്കേണ്ട, ക്രിസ്തുവിന് സമ്മതനായി തീരുവാൻ, ക്രിസ്തുവിന് സമ്മതനായി തീർന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ കർത്താവ് ഇന്ന് പകൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഇതുവരെയും വന്നതെല്ലാം പോകട്ടെ. തെറ്റുകളുണ്ടെങ്കിലും വീഴ്ചകളുണ്ടെങ്കിലും അതൊരു കുറ്റബോധത്തിലേക്ക് നയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന തെറ്റു പറയുന്ന കർത്താവെ ക്ഷമിക്കണമേ, ഐ ആം സോറി കർത്താവ് എന്ന് ഒരു കണ്ണുനീര് സുഗന്ധദ്രവ്യത്തിന്റെ ഭരണി പൊട്ടിച്ച് കർത്താവിന്റെ കാൽ കീഴിൽ വെച്ചുകൊണ്ട് തന്റെ തലമുടികൾ കൊണ്ട് തുടച്ചു വൃത്തിയാക്കിയ കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ പാദം കഴുകിയ മറിയെ പോലെ, പൊട്ടിക്കരഞ്ഞ പത്രോസിനെ പോലെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആരുടെ നിർബന്ധമില്ലാതെ ജീവിതത്തിൽ അന്യായ സമ്പാദനത്തെ കുറിച്ച് കുറ്റബോധം തോന്നുന്ന സഖായിയെ പോലെ ഒരു മാനസാന്തര അനുഭവം ഈ വചനം നമുക്ക് നൽകി തരുമോ? ആമേൻ. കഴിഞ്ഞ നാളുകളെ
പാപം അമ്മ ദൈവസ്ഥനെ ഏറ്റു പറഞ്ഞ് ക്രമീകരിച്ചുകൊണ്ട് ശിഷ്ടമുള്ള ആയുസ് അമിനി നമുക്ക് എത്ര നീളമുണ്ടെന്ന് അറിയില്ല. നമ്മുടെ അവസാന ശ്വാസം വരെ ക്രിസ്തുവിന് സമ്മതമായി ഉള്ള ജീവിതം നയിപ്പാൻ, ക്രിസ്തുവിന് സമ്മതമായ ഒരു അനുഭവം തരുവാൻ വലിയവനാകുന്ന കർത്താവ് നമ്മെ ഒരു സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഒരു അനുകരിക്കുമാറാകട്ടെ.